ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് ഇലക്ഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതിൽ ഏകദേശം ചോദിക്കുന്ന ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. Rule 35A of KCS Act 1969 deals with procedure for the conduct of election to committee by State Cooperative Election Commission. കമ്മിറ്റിയിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അതിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിരിക്കുന്ന റൂളാണ് റൂൾ 35A. റൂൾ 35 അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ആക്ടിലില്ല. റൂൾ 35A കമ്മിറ്റിയിലെ ഇലക്ഷന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്ന ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഡീൽ ചെയ്യുന്ന സെക്ഷൻ റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെക്ഷൻ 28Bയും റൂൾ 35Bയും ആണ്. 28B 35B ഇതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന്റെ സെക്ഷൻ റൂളും. ഇത് ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകൂ. ഇലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. When committee meet and pass resolution to elect a new committee at least 60 days prior to expiry date. ഇവിടെ എക്സ്പയറി ഡേറ്റ് എന്ന് മീൻ ചെയ്യുന്നത്, അതായത് ഒരു കമ്മിറ്റി എലക്ട് ചെയ്യുന്നത് ആ കമ്മിറ്റി എലക്ട് ചെയ്ത ഡേറ്റ് മുതൽ 5 വർഷത്തേക്കാണ്. ഏർലിയർ അത് 3 years ആയിരുന്നു. ഇപ്പൊ 5 വർഷത്തെ പീരീഡിലേക്കാണ് ഒരു കമ്മിറ്റിയെ എലക്ട് ചെയ്യുന്നത്. അതായത് ഇലക്ഷൻ ഡേറ്റ് എന്നാണോ അവർ ഇലക്ഷൻ നടന്നത് ആ ഇലക്ഷൻ ഡേറ്റ് മുതൽ 5 വർഷത്തെ പീരീഡാണ്. അത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ടേം എക്സ്പയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ 5 വർഷം തികയുന്നതിന് 60 ദിവസം മുന്നേ ഈ പഴയ കമ്മിറ്റി, അതായത് ഇപ്പൊ നിലവിലുള്ള കമ്മിറ്റി മീറ്റ് ചെയ്യണം. ഒരു കമ്മിറ്റി മീറ്റ് ചെയ്ത് റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്തിനു വേണ്ടിയിട്ട്? പുതിയൊരു കമ്മിറ്റിയെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് എത്ര ദിവസം മുൻപെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ആണ്. അറ്റ്ലീസ്റ്റ് 60 days prior to expiry date. എക്സ്പയറി ഡേറ്റിന് മുൻപേ 60 ദിവസമെങ്കിലും മുന്നേ. അപ്പൊ എക്സ്പയറി ഡേറ്റിന് 60 ദിവസമെങ്കിലും മുന്നേ കമ്മിറ്റി മീറ്റ് ചെയ്ത് റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ഒരു പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയൂ. അപ്പോൾ 60 ദിവസം എന്നുള്ളത് ഓർത്തിരിക്കുക. എക്സ്പയറി ഡേറ്റിന് 60 ദിവസം മുന്നേ. നെക്സ്റ്റ്, എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ സെൻഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വിത്തിൻ എ വീക്ക്. ഇനി റെസൊല്യൂഷൻ പാസ്സാക്കുമെന്ന് പറഞ്ഞല്ലോ, ആ റെസൊല്യൂഷന്റെ ഒരു കോപ്പി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഒരാഴ്ചക്കുള്ളിലാണ് ആർക്ക് അയച്ചു കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ആർക്കാണ് ഇവിടെ റെസൊല്യൂഷൻ അയക്കേണ്ടതെന്നത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ആര് വഴിയാണ് അയക്കുന്നത്? രജിസ്ട്രാർ വഴിയാണ് ഇത് അയക്കുന്നത്. രജിസ്ട്രാർ വഴി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കേണ്ടത് റെസൊല്യൂഷൻ പാസ്സാക്കി ഒരാഴ്ചക്കുള്ളിൽ അയച്ചു കൊടുക്കണം. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ റെസൊല്യൂഷൻ അയക്കുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ഇമെയിൽ വഴിയോ അയക്കാം. അത് ഒരാഴ്ചക്കുള്ളിൽ അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ്, ഹു അപ്പോയിന്റ് ഇലക്ടറൽ ഓഫീസർ ആൻഡ് റിട്ടേണിംഗ് ഓഫീസർ. ഇലക്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് ആണ് ഇലക്ടറൽ ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും. ഇവരെ 2 പേരെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. നിങ്ങൾക്ക് ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ രജിസ്ട്രാർ ആണോ എന്നൊക്കെ ഡൗട്ട് വരാം. അങ്ങനെയല്ല, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ടറൽ ഓഫീസറിനെ റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇലക്ഷൻ ഡീറ്റെയിൽസ് നോട്ടിഫൈഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ നടത്താനുള്ള സമ്പൂർണ്ണ അധികാരം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുകയാണ്, കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ ഡീറ്റെയിൽസ് എന്നാണ് ഈ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ എവിടെ വെച്ചാണ് ഇലക്ഷൻ നടത്തുന്നത്, എന്നാണ് ഡേറ്റ്, ടൈം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫൈ ചെയ്യേണ്ടത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. എങ്ങനെയാണ് അത് നോട്ടിഫൈ ചെയ്യേണ്ടതെന്നാണ് നമ്മളിനി പറയുന്നത്. അതായത് 500 കുറവുള്ള, അതായത് ഒരു സൊസൈറ്റി വളരെ കുറച്ച് മെമ്പേഴ്സ് ഉള്ള, 500 കുറവാണ് അവരുടെ മെമ്പേഴ്സ് എങ്കിൽ, വോട്ടേഴ്സ് ലിസ്റ്റിലെ മെമ്പേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ 500 കുറവാണ് മെമ്പേഴ്സ് എങ്കിൽ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഓരോ മെമ്പേഴ്സിനെയും, ഈ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഓരോ മെമ്പേഴ്സിനെയും ഇത് ഇന്റിമേറ്റ് ചെയ്യണം എന്നുള്ളതാണ് വസ്തുത. എന്നാൽ 500 കൂടുതലാണെങ്കിൽ
500 കൂടുതലാണെങ്കിൽ 2 വെർണാക്കുലർ ഡെയിലീസിൽ ഇത് ഇലക്ഷന്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫൈ ചെയ്യണം. കൂടാതെ ഒരു കോപ്പി നോട്ടീസ് ബോർഡിലും ഇവർ അഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷനെ കുറിച്ച്, ഇലക്ഷൻ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇലക്ഷൻ ഡീറ്റെയിൽസ് നോട്ടിഫൈ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്, അത് ഓർക്കുക. Who published list of members eligible to vote 60 days prior to the date of poll, that is electoral officer. അതായത് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അത് എത്ര ദിവസം മുൻപേ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 60 days prior to the date of poll എന്നാണോ എലക്ഷൻ ഡേറ്റ് വച്ചിരിക്കുന്നത് അതിന് 60 ദിവസം മുന്നേ ഈ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ, വോട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അത് ആരാണ് പബ്ലിഷ് ചെയ്യേണ്ടത്? ഇലക്ടറൽ ഓഫീസറാണ് അത് പബ്ലിഷ് ചെയ്യേണ്ടത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെല്ലാം, അതുകൊണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഓർക്കുക. നെക്സ്റ്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സൊസൈറ്റി പ്രിപ്പയർ, അപ്ഡേറ്റ് ആൻഡ് സബ്മിറ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് approved by committee to electoral officer within dash prior to election date. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ആരാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ചീഫ് എക്സിക്യൂട്ടീവ് ആണ്, ഒരു സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ആ സൊസൈറ്റിയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യും, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. എന്നിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഈ അപ്ഡേറ്റ് ചെയ്ത വോട്ടേഴ്സ് ലിസ്റ്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. കമ്മിറ്റി അപ്രൂവ് ചെയ്തതിന് ശേഷം കമ്മിറ്റി അത് വെരിഫൈ ചെയ്യും, എന്നിട്ട് അപ്രൂവ് ചെയ്യും. അതിനുശേഷം ഇലക്ടറൽ ഓഫീസറിന് ഇത് അയച്ചു കൊടുക്കും. അത് എത്ര ദിവസത്തിനുള്ളിൽ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിത്തിൻ 35 days prior to election date. ഇലക്ഷൻ ഡേറ്റിന് 35 ദിവസത്തിനുള്ളിൽ, വിത്തിൻ 35 days അത് ചെയ്തിരിക്കണം എന്നാണ്. ഇലക്ഷൻ ഡേറ്റ് എന്നാണോ അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ബാക്കിലോട്ട് എടുക്കുക. 35 ദിവസത്തിനുള്ളിൽ ഈ കമ്മിറ്റി ഈ ഇലക്ടറൽ ഓഫീസറിന് ഈ അപ്ഡേറ്റ് ചെയ്ത വോട്ടേഴ്സ് ലിസ്റ്റ് അയച്ചു കൊടുത്തിരിക്കണം അല്ലെങ്കിൽ കൊടുത്തിരിക്കണം. ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 35 days, വിത്തിൻ 35 days. Next question, preliminary voters list, it is prepared in form number 34 published by. ആരാണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതെന്നാണ്. ഇലക്ടറൽ ഓഫീസറാണ്. ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ ഫോം നമ്പർ 34 പബ്ലിഷ്ഡ് ബൈ ഇലക്ടറൽ ഓഫീസർ. നെക്സ്റ്റ്, പബ്ലിഷ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ്, ദാറ്റ് ഇസ് ഇൻ ഫോം നമ്പർ 35. 35 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്നത് എത്ര ദിവസം മുന്നേ ആണ്? പോൾ ഡേറ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ ഡേറ്റിന് പ്രയർ, മുന്നേ, വിത്തിൻ 20 days ആണ്. 20 ദിവസത്തിനുള്ളിൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 34 ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്. ഫോം നമ്പർ 35 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് ഇലക്ഷൻ ഡേറ്റ് അതിനു മുന്നേ 20 ദിവസത്തിനുള്ളിൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കണം എന്നതാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 20 days ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഫോം നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ഓർക്കുക. പേഴ്സൺസ് ഇൻ ദ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് സപ്ലൈഡ് വിത്ത് ID കാർഡ്സ് ഇൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് വരെ പ്രിപ്പയർ ചെയ്തു. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള എല്ലാവർക്കും ID കാർഡ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ പേഴ്സൺസ് ഇൻ ദ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് സപ്ലൈഡ് വിത്ത് ID കാർഡ്സ് ഇൻ ഡാഷ് ഏത് ഫോം നമ്പറിൽ എന്നാണ് ചോദിക്കുന്നത്. ഫോം നമ്പർ 6A അത് ഇഷ്യൂ ചെയ്യേണ്ടത്. 6A, ഫോം നമ്പർ 6A ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഇഷ്യൂ ഓഫ് ID കാർഡ് ഡൺ ബൈ, ആരാണ് ID കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അതിലെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഓരോ വ്യക്തികൾക്കും ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി കംപ്ലൈന്റ് ഇൻ ID കാർഡ് എന്റർടൈൻഡ് ബൈ, ID കാർഡിൽ എന്തെങ്കിലും കംപ്ലൈന്റ്, പേരിൽ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റർടൈൻ ചെയ്യുന്നത് ഇലക്ടറൽ ഓഫീസർ ആയിരിക്കും. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ കംപ്ലൈന്റ് ഇൻ ID കാർഡ് എന്റർടൈൻ ചെയ്യുന്നത് ഇലക്ടറൽ ഓഫീസർ ആയിരിക്കും. അപ്പോൾ ഈ 35 days അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 20 days ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ID കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ഫോം നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. നോമിനേഷൻ ഇൻ ഫോം നമ്പർ 36 അപ്ലൈഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ബൈ റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ നോമിനേഷൻ ഫോം നമ്പർ 36 അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് ആരെന്നുള്ളതാണ്, റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. നോമിനേഷൻ ഫോം നമ്പർ 36 ആണ്, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിന് നോമിനേഷന്റെ വില എത്രയെന്നുള്ളതാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇനി അത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, റിട്ടേണിംഗ് ഓഫീസറാണ്. ഇതുവരെ നമ്മൾ ഇലക്ടറൽ ഓഫീസറിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ ശ്രദ്ധിക്കുക റിട്ടേണിംഗ് ഓഫീസറാണ്. അലോങ് വിത്ത് നോമിനേഷൻ കാൻഡിഡേറ്റ് ഡെപ്പോസിറ്റ് ഡാഷ് ഇൻ ദ സൊസൈറ്റി. നോമിനേഷനോടൊപ്പം കാൻഡിഡേറ്റ് സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എത്ര എമൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കമ്മിറ്റി ഇലക്ഷൻ ആണെങ്കിൽ 250 രൂപ ഓരോ കാൻഡിഡേറ്റും ഡെപ്പോസിറ്റ് ചെയ്യണം. SC/ST കാൻഡിഡേറ്റിന് പകുതി മതി 125 രൂപ. അതായത് നമ്മളിത് കമ്മിറ്റി ഇലക്ഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി റെപ്രസെന്റേറ്റീവ് GB-ലോട്ടുള്ള ഇലക്ഷൻ ആണെങ്കിൽ 100 രൂപയാണ് ഓരോ കാൻഡിഡേറ്റും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇവർക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഇവര് ടോട്ടൽ വോട്ടിന്റെ 10% കൂടുതൽ ഇവർ നേടിയിരിക്കണം, ഓരോരുത്തരും നേടിയിരിക്കണം. എന്നാൽ മാത്രമേ ഇവർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇവർക്ക് തിരിച്ചു കിട്ടൂ, അല്ലെങ്കിൽ അവർക്ക് അത് നഷ്ടമാവും. നെക്സ്റ്റ്, റിട്ടേണിംഗ് ഓഫീസർ അറേഞ്ച് 1 പോളിംഗ് ബൂത്ത് ഫോർ എവരി ഡാഷ് വോട്ടേഴ്സ്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസറാണ് പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസർ ഒരു പോളിംഗ് ബൂത്തിൽ എത്ര പേരെയാണ് അല്ലെങ്കിൽ എത്ര വോട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1200 വോട്ടേഴ്സിന് ഒരു പോളിംഗ് ബൂത്താണ്. The result of election recorded in the minutes book of society and attested by. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് വന്നു എന്ന് വിചാരിക്കുക. ഇലക്ഷന്റെ റിസൾട്ട് നമ്മൾ എഴുതുന്നത് സൊസൈറ്റിയുടെ മിനിറ്റ് ബുക്കിലാണ്. സൊസൈറ്റിയുടെ മിനിറ്റ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് അത് അറ്റസ്റ്റ് ചെയ്യും. അത് ആരെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ആരാണ്? റിട്ടേണിംഗ് ഓഫീസറാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നോമിനേഷൻ ഫോം ഇഷ്യൂ ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്യുന്ന റിട്ടേണിംഗ് ഓഫീസറാണ്. ഇവിടെ ഇപ്പോൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത റിസൾട്ട് റെക്കോർഡ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. Used and unused ballot papers in sealed cover handed over to Secretary of Society. അപ്പം യൂസ് ചെയ്ത ബാലറ്റ് പേപ്പേഴ്സ് ഉണ്ടാകാം, അൺയൂസ് ചെയ്ത ബാലറ്റ് പേപ്പേഴ്സ് ഉണ്ടാകാം. ഇതൊരു സീൽഡ് കവറിലാക്കി ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെക്രട്ടറി ഓഫ് സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിനാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സെക്രട്ടറി പ്രിസർവ് ഇറ്റ് ഫോർ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് അനൗൺസ്മെന്റ് ഓഫ് റിസൾട്ട്. അപ്പോൾ ഇന്നാണ് ഡേറ്റ് അനൗൺസ് ചെയ്ത്, ഇപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്ത് എന്നാണെങ്കിൽ 3 മാസത്തേക്ക് വേണം ഈ സെക്രട്ടറി ഇത് പ്രിസർവ് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഈ അൺയൂസ്ഡ് ബാലറ്റ് പേപ്പേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ബാലറ്റ് പേപ്പേഴ്സ് സെക്രട്ടറി പ്രിസർവ് ചെയ്ത് വെക്കണം. എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര മാസത്തേക്ക് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തിരിക്കുക. എന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്തത് അന്ന് മുതൽ 3 മാസം വരെ ഈ സെക്രട്ടറി ഈ ബാലറ്റ് പേപ്പേഴ്സ് സൂക്ഷിച്ചു വെക്കണം. നെക്സ്റ്റ്, ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഇലക്ഷൻ ബോൺ ബൈ. ഇലക്ഷന്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് വഹിക്കേണ്ടത് ആരാണ്? ഇലക്ഷൻ നടന്നു, ഇലക്ഷന് കുറെ എക്സ്പെൻസസ് ഉണ്ടായി, അതെല്ലാം വഹിക്കേണ്ടത് ഈ സൊസൈറ്റിയാണ്. എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്നാണ് അടുത്ത്. എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് ഇലക്ഷൻ എക്സ്പെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ അത് വഹിക്കേണ്ടത്, ഓരോ ഇലക്ഷന്റെയും എക്സ്പെൻഡിച്ചർ വഹിക്കേണ്ടത് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ ഇലക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെട്ട് കാണും. ഇതെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇലക്ഷനുമായിട്ട് ഡീൽ ചെയ്ത് ഇലക്ഷനുമായിട്ട് പ്രൊസീജിയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചു വന്ന മിക്കവാറും മെജോറിറ്റി എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Meet you again in the next video.